നമ്മൾ ഇന്ന് അടിപൊളി ഒരു ജപ്പാൻ ഓംലെറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. വെൽക്കം ടു ദ ചാനൽ TV on DT. TV on ഡൈനിങ് ടേബിൾ. ജപ്പാൻ ഓംലെറ്റ് കുഞ്ഞുങ്ങൾക്ക് ഒന്ന് കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പിസ്സ പോലെയാണ് ഇരിക്കുന്നത്. ജസ്റ്റ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദേ ചെറിയ പീസിന് ഇപ്പൊ ആർക്കാ ആദ്യം വേണ്ടേ? രണ്ടാമത് നോക്കി ആർക്ക് കൊടുക്കട്ടെ? ജെറിക്കിന് കൊടുക്കാം. കുഞ്ഞല്ലേ അവൻ അല്ലേ? ജെറിക്കിന് ആരട്ടെ? അത് ചേച്ചിക്ക് കൊടുക്കും. അവനെ എന്നാ ചേച്ചിക്ക് ആദ്യം കൊടുക്കാം. ചേച്ചിന്ന് കഴിച്ചേ. എങ്ങനെയുണ്ട്? കഴിച്ചിട്ട് എന്നാ ഒന്ന് പത പോലെ. രുചിയുണ്ടോ? സ്പോഞ്ച്. അതെ, ഇത് പഫി ആയിട്ടുള്ള ഒരു ഓംലെറ്റ് ആണ്. ജെറിക്കുന്ന കഴിച്ചേ. കഴിച്ചേ. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? ഇനിയും പപ്പ കഴിക്കാം. അപ്പൊ ഞാനിവിടെ ഒന്ന് കഴിച്ചു നോക്കുവാണ്. നല്ല ലീസ പറഞ്ഞ പോലെ സ്പോഞ്ചിയാണ്. അപ്പൊ അതിന്റെ താഴെയായിട്ട് നമുക്കൊരു യെല്ലോയുടെ ഒരു ഫ്ലേവറും, മുകളിലാണ് നമുക്ക് ഈ ഒരു വൈറ്റ് ഏരിയ. അതാണ് സ്പോഞ്ച് പോലെ ഇരിക്കുന്നത്. നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. നല്ല ടേസ്റ്റ് ഉണ്ട്. വെറൈറ്റി ഒരു ഓംലെറ്റ് ആണ്. അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കിയിട്ട് വന്നാലോ. നോക്കാം. ആദ്യമായി നമുക്ക് 4 മുട്ട എടുക്കാം. എന്നിട്ട് അതിൻ്റെ നമുക്ക് വെള്ളക്കരുവും മഞ്ഞക്കരുവും സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് എടുക്കേണ്ടതുണ്ട്. അതിനായി നമുക്ക് മുട്ടയുടെ മുകൾ ഭാഗത്ത് നമുക്ക് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളക്കരു ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കുലുക്കി കൊടുത്താൽ മതിയാവും. വെള്ളക്കരു താഴോട്ട് വന്നോളും. ഇനി മഞ്ഞക്കൊരു വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. പൊട്ടി ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ 4 മുട്ടയും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മഞ്ഞ വെള്ള സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം. മഞ്ഞക്കരും വെള്ളക്കരും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പം മഞ്ഞക്കരുവിൽ ഇച്ചിരി വെള്ളയുടെ വീണെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. നമുക്കിനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് മഞ്ഞക്കൊരു സ്പൂൺ കൊണ്ട് തന്നെ നല്ലപോലെ അടിച്ചെടുക്കാം. ഈ ഒരു മിക്സ് നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ശേഷം നമുക്ക് ഈ വെള്ളക്കരു നമുക്കൊരു ബീറ്റർ കൊണ്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു ബീറ്ററിന്റെ അൺബോക്സിംഗ് വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് പിൻ ചെയ്തേക്കാം. നിങ്ങൾ അതോടെ ഒന്ന് കാണുക. ഈ ഒരു പരുവത്തിന് നമുക്ക് ബീറ്റ് ചെയ്ത് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമുക്ക് ഒരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെക്കാം. പാൻ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ വെളിച്ചെണ്ണ നമുക്ക് തൂത്ത് കൊടുക്കാം. ഫ്ലെയിം നമുക്ക് മീഡിയത്തിലേക്ക് മാറ്റാം. മീഡിയം ടു സ്ലോയിലേക്ക് മാറ്റാം. പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആദ്യമേ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മഞ്ഞക്കരു നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ചുറ്റിച്ചൊഴിച്ചു കൊടുക്കാം. പാനിൻ്റെ ഫുൾ ഏരിയയിൽ കിട്ടണം. ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഫ്ലെയിം സ്ലോയിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് അടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളക്കരു നമുക്കത് ചേർത്ത് കൊടുക്കാം.
നമുക്ക് എല്ലാ ഏരിയയിലോട്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് നമ്മൾ എല്ലാ സൈഡിലേക്കും ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരടപ്പെടുത്ത് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് ഒരു മിനിറ്റ് ജസ്റ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വാവ്, നല്ല പഫിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. വാവ്, നല്ല പഫി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ജപ്പാൻ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. നല്ല സ്പോഞ്ചിയാണ്, നല്ല അടിപൊളി ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട്സ്, ഫാമിലി ഗ്രൂപ്പ്, വാട്സ്ആപ്പ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ, ടാറ്റാ.